നവംബർ 14 ലോക പ്രമേഹ രോഗ ദിനം. നമ്മുടെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും അധികം ഇപ്പോൾ പ്രത്യേകിച്ച് യുവാക്കളിൽ ഒക്കെ കാണപ്പെടുന്ന ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പ്രമേഹം ഇന്ന് ഏത് പ്രായക്കാരിലും വളരെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു രോഗം ആയി മാറി. പ്രമേഹം രണ്ട് തരത്തിലാണ്. ഒന്ന് ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് ജന്മന പ്രമേഹത്തെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾക്കുള്ള തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 2 ആകട്ടെ നമ്മുടെ ജീവിതശൈലിയിലെ തെറ്റ് കൊണ്ട് നമുക്കുണ്ടാകുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. പ്രമേഹം എന്നാൽ എല്ലാവരും കേവലം മധുരവുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു രോഗമാണ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചസാരയുടെ അളവ് കുറക്കുന്ന രീതിയിലുള്ള ഗുളിക മരുന്നുകൾ കഴിക്കുക. അതോടൊപ്പം കുറച്ച് സെലക്റ്റീവായ മധുരങ്ങൾ ഒഴിവാക്കുക എന്ന രീതിയിലേക്കാണ് നമ്മുടെ ചികിത്സ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണം പോകുന്നത്. ആയുർവേദ രീതിയ പ്രമേഹം വളരെ വിശാലമായ ഒരു തലത്തിലാണ് കാണുന്നത്. കാരണം പ്രമേഹം എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ദഹനത്തിന് വിധേയമായി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആവാം അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ആവാം. ഗ്ലൂക്കോസ് ആണ് ആവുന്നതെങ്കിൽ അത് രക്തത്തിൽ കലരുകയും ഗ്ലൈക്കോജൻ ആണെങ്കിൽ അത് നമ്മുടെ മസിൽസിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യും. പ്രമേഹ രോഗികൾക്കാവട്ടെ കഴിച്ച ആഹാരം ഇൻസുലിൻ്റെ പ്രവർത്തന രാഹിത്യം കൊണ്ട് നേരിട്ട് ഗ്ലൂക്കോസ് ആവുകയും അത് രക്തത്തിൽ കലരുകയും സ്വാഭാവികമായിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും തന്മൂലം രക്തത്തിൻ്റെ ഗാഢത വർദ്ധിച്ച് സാന്ദ്രത വർദ്ധിച്ച് അത് സ്വാഭാവികമായ രക്തക്കുഴലുകളിലൂടെ പ്രത്യേകിച്ചും വളരെ ചെറിയ രക്തക്കുഴലുകളായ കാപ്പിലറീസിലൂടെ രക്തത്തിൻ്റെ സഞ്ചാരത്തിന് വിഘാതമാവുകയും അതിലൂടെ ചില പ്രത്യേക ശരീരഭാഗങ്ങളിലേക്ക് രക്തചംക്രമണം എത്താത്തത് കൊണ്ട് ആ ഭാഗം നശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളിൽ ഒന്ന് ചിലതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി, അതുപോലെ ഡയബറ്റിക് നെഫ്രോപ്പതി, നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന പ്രമേഹ രോഗം, അതുപോലെ തന്നെ ഞരമ്പുകളെ ബാധിക്കുന്നുണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ നമ്മുടെ തൊലിയെ ബാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ആണ് ഈ പ്രമേഹം ശരീരത്തിൻ്റെ ക്വാളിറ്റിയെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ നമ്മൾ കേവലം കഴിക്കുന്ന ആഹാരത്തെ മരുന്ന് കഴിച്ചിട്ട് ഷുഗർ കുറക്കുന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് ഈ പ്രമേഹം വരുന്നത്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രമേഹ രോഗികൾക്കുള്ളത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ പ്രമേഹ രോഗികൾക്ക് ശരീരം ചൂട്, വിയർപ്പ്, ദാഹം, ഇങ്ങനെയുള്ള ഉള്ളംകാൽ പുകച്ചൽ ഇതൊക്കെയാണ് ഉണ്ടാവുക. അതായത് ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിച്ച രീതിയിലുള്ള ലക്ഷണങ്ങളാണ് പ്രമേഹത്തിൽ കാണുന്നത്. അതേസമയം നമ്മൾ ആഹാരത്തിലാകെ നിയന്ത്രണം കൊടുക്കുന്നത് മധുരത്തിന് മാത്രമാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് ഈ പ്രമേഹ രോഗത്തെ ആയുർവേദം ഒരു രക്തത്തിന് കുളിർമയിൽ ഉണ്ടാക്കാനുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞൾ, രാമച്ചം, ഏകനായകം, തേറ്റാമ്പരൽ, ചെക്കിവേര്, വേങ്ങാക്കാതൽ തുടങ്ങിയ രക്തത്തിൻ്റെ ചൂടും ചുടരും കുറക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളാണ് പ്രമേഹത്തിൽ ആയുർവേദം ഉപദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഉപദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ പ്രമേഹ രോഗി ആ പ്രമേഹ രോഗം ഉണ്ടാകുന്നതിന് മുന്നേ അവിടെ രക്തത്തിൻ്റെ തീഷ്ണത, അവരുടേതായ ആഹാര രീതി, പ്രത്യേകിച്ച് എരിവ്, പുളിമുളക് കഴിക്കുക, അല്ലെങ്കിൽ തന്നെ സാമാന്യ ഭക്ഷണമാണെങ്കിൽ അത് ദഹനത്തിന് വിധേയമാകാത്തതുകൊണ്ട് അമ്ലത്വം ഉണ്ടായി അത് രക്തത്തിലേക്ക് കലരുക, അല്ലെങ്കിൽ നിത്യമായി തൈര് പോലുള്ള സാധനങ്ങൾ, പുളിയുള്ള സാധനങ്ങൾ കഴിക്കുക, കാര്യമായ വ്യായാമം ഇല്ലാതിരിക്കുക, ഇത്തരം ഘടകങ്ങൾ കൊണ്ട് നമ്മുടെ രക്തത്തിൻ്റെ ഗുണം ഉഷ്ണാധിക്യമായി മാറുകയും ആ ഉഷ്ണാധിക്യ രക്തം അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, അതിൻ്റെ ഒരു നശീകരണ സ്വഭാവത്തിൻ്റെ ഭാഗമായി ശരീരത്തിലെ ഏറ്റവും സൗമ്യമായ കോശങ്ങൾക്ക് നാശമുണ്ടാക്കുകയും ചെയ്യും. ആ കോശങ്ങൾ സൗമ്യമായ കോശങ്ങൾ, അതുപോലെ സൗമ്യമായ ഗ്രന്ഥികൾക്കൊക്കെ നാശമുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി ഈ തീഷ്ണ രക്തം പ്രവേശിച്ച് നശിക്കാനിടയുള്ള ഏറ്റവും സൗമ്യമായ ഒരു അവയവമാണ്, ഒരു ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ്. അതുപോലെ തന്നെ വേറൊരു അവയവമാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഈ രണ്ട് ഗ്ലാൻഡിനും
സ്വാഭാവികേന കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്ന സമയത്ത് അത് ആ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, പ്രത്യേകിച്ച് പാങ്ക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന് അതിൻ്റെ പ്രവർത്തന വൈകല്യം സംഭവിക്കുകയും അത് ആഹാരത്തെ ഗ്ലൈക്കോജൻ ആക്കുന്നതിന് പകരം അത് ആ പ്രവർത്തനം ഇല്ലാതായിക്കൊണ്ട് അത് സ്വാഭാവികമായിട്ടും ആഹാരം നേരിട്ട് ഗ്ലൂക്കോസായി അഥവാ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറായി മാറി രക്തത്തിൽ കലരുകയുമാണ് ചെയ്യുന്നത്. ഇത്തരം ഘട്ടത്തിൽ നമ്മൾ കേവലം മധുരം കുറക്കുക മാത്രമല്ല, ഈ തീക്ഷ്ണരക്തം ശരീരത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അത് മറ്റ് അവയവങ്ങളെയും പിന്നീട് നശിപ്പിക്കുന്നില്ല. കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പൊതുവിൽ നമ്മുടെ ആഹാരത്തിലെ തീക്ഷ്ണ സ്വഭാവങ്ങളായിട്ട് രസങ്ങളായിട്ടുള്ള എരിവ്, പുളി, ഉപ്പ് മുതലായവ കുറക്കുക. അതുപോലെ തന്നെ തൈര്, പുളിപ്പിച്ച ആഹാരങ്ങൾ ഇവ നിയന്ത്രിക്കുക. ഒരു ദിവസം 40 മിനിറ്റെങ്കിലും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക. കൃത്യസമയത്ത് ഉറങ്ങുക തുടങ്ങിയവ കൂടി ഇതോടൊന്നിച്ച് നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട്.